കാശ്മീർ വിഷയത്തിൽ ചർച്ചകൾ മുന്നോട്ടു പോകാൻ മോദി വീണ്ടും അധികാരത്തിൽ എത്തണമെന്ന പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കാണുന്നതെന്ന് നിർമ്മല സീതാരാമൻ പറയുന്നു. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവന വന്നതെന്ന് എനിക്ക് അറിയില്ല. പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടിയ കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇതും അതിൻ്റെ ഒരു ഭാഗമാണോ എന്നാണ് എൻ്റെ ആശങ്ക. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നിർമ്മല സീതാരാമൻ പറയുന്നു. എന്നാൽ ഈ അഭിപ്രായം തൻ്റേത് മാത്രമാണ്, പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ അല്ലെന്നും അവർ വ്യക്തമാക്കുന്നു. BJP തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾ തുടങ്ങാനുള്ള നല്ലൊരു അവസരമാകുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ അടുത്ത സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉള്ളതാണെങ്കിൽ കാശ്മീർ വിഷയത്തിൽ പ്രശ്ന പരിഹാരമുണ്ടാവുക വിഷമകരമാകും. BJPയെ പോലെ വലതുപക്ഷ പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ പ്രശ്ന പരിഹാരം സാധ്യമായേക്കുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ മോദിക്കും BJPക്കുമെതിരെ രംഗത്ത് വന്നിരുന്നു. മോദി വോട്ട് തേടുന്നത് പാകിസ്ഥാനു വേണ്ടിയാണെന്നും മോദിയുമായി പാകിസ്ഥാൻ സഖ്യം ചെയ്തിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് നിർമ്മല സീതാരാമൻ പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്തായാലും BJP അധികാരത്തിലെത്തിയാൽ പാകിസ്ഥാനുമായി സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്നാണ് BJP ഇക്കാര്യത്തിലുള്ള നിലപാട്. ഇമ്രാൻഖാൻ പറഞ്ഞതിനെ കോൺഗ്രസ് അതിരൂക്ഷമായാണ് വിമർശിച്ചത്. അത് BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏറെ പ്രതിസന്ധിയും ഉണ്ടാക്കിയിരുന്നു. അതിനാണ് ഇപ്പോൾ ഉത്തരവുമായി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.